Hi guys, ഇന്ന് നമ്മുടെ പിക്കിൾ വീഡിയോ സീരീസിലെ ഫസ്റ്റ് വീഡിയോ ആയ ജനറൽ എക്സാമിനേഷൻ ആണ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് ഇയർ MBBS പ്രാക്ടിക്കൽ ഫിസിയോളജി പ്രാക്ടിക്കൽ എക്സാമിന് യൂസ്ഫുൾ ആവുന്ന രീതിയിലുള്ള എക്സാമിനേഷൻ ആണ് നമ്മൾ ചെയ്യുന്നത്. സോ ബിഫോർ സ്റ്റാർട്ടിംഗ് ജനറൽ എക്സാമിനേഷൻ നമ്മൾ പേഷ്യൻറ്റുമായിട്ട് റാപ്പോ എസ്റ്റാബ്ലിഷ് ചെയ്യണം. അതിനുവേണ്ടി ഫസ്റ്റ് നമ്മൾ സ്വയം ഇൻട്രൊഡ്യൂസ് ചെയ്യാം, നമ്മുടെ സെൽഫ് ഇൻട്രൊഡക്ഷൻ നടത്താം. ഉദാഹരണത്തിന് നമ്മൾ പേഷ്യൻറ്റിനോട് പറയാണ്, ഞാൻ ആമിന, ഫസ്റ്റ് ഇയർ MBBS സ്റ്റുഡൻ്റ് ആണ്, എൻ്റെ എക്സാമിൻ്റെ ഭാഗമായിട്ട് നിങ്ങളെ ഒന്ന് പരിശോധിച്ചോട്ടെ. അപ്പോൾ നമ്മൾ പേഷ്യൻറ്റിൻ്റെ കൺസെൻറ്റ് എടുക്കുക, അതുപോലെ പേഷ്യൻറ്റിൻ്റെ പേരും കൂടെ ചോദിക്കുക. എന്താ പേര്, എന്ത് ചെയ്യുന്നു? ഓക്കെ. അപ്പോൾ അങ്ങനെ നമ്മൾ പേഷ്യൻറ്റുമായിട്ടൊരു റാപ്പ് എസ്റ്റാബ്ലിഷ് ചെയ്ത് അവരുടെ കൺസെൻറ്റും കൂടെ എടുത്തതിന് ശേഷം മാത്രം എക്സാമിൻ ചെയ്യുക. പിന്നെ എക്സാമിനേഷന് മുന്നേ നമ്മൾ എപ്പോഴും മേക്ക് ഷുവർ ദാറ്റ് യു ആർ സ്റ്റാൻഡിങ് ഓൺ ദ റൈറ്റ് സൈഡ് ഓഫ് ദ പേഷ്യൻറ്റ്. ഇല്ലെങ്കിൽ നമുക്ക് നന്നായിട്ട് മാർക്ക് കുറയും. അപ്പോൾ നമ്മൾ എപ്പോഴും പേഷ്യൻറ്റിൻ്റെ റൈറ്റ് സൈഡിൽ നിന്ന് മാത്രം എക്സാമിൻ ചെയ്യാം. ഇനി നമുക്ക് ജനറൽ എക്സാമിനേഷനിലേക്ക് കടക്കാം. സോ ഫസ്റ്റ് നമ്മൾ പേഷ്യൻറ്റിനെ മൊത്തത്തിലൊന്ന് ഇൻസ്പെക്ട് ചെയ്യുക, എന്നിട്ട് അയാളുടെ ബിൽട്ട് ആൻഡ് നറിഷ്മെൻറ്റിനെ പറ്റി കമൻറ്റ് ചെയ്യുക. അപ്പം ബിൽട്ട് എന്ന് പറഞ്ഞാൽ സ്കെലിറ്റൽ ഫ്രെയിംവർക്കാണ്. ഹി ക്യാൻ ബി വെൽ ബിൽറ്റ്, മോഡറേറ്റ്ലി ബിൽറ്റ് ആൻഡ് പുവർലി ബിൽറ്റ്. അതുപോലെ നറിഷ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ മസിൽ മാസ്, ബൾക്ക് ഓഫ് ദ ബോഡിയാണ്. അതും വെൽ നറിഷ്ഡ് ആവാം, മോഡറേറ്റ്ലി നറിഷ്ഡ് ആവാം, പുവർലി നറിഷ്ഡ് ആവാം. പിന്നെ നമ്മൾ ഹൈറ്റും വെയ്റ്റും വെച്ച് BMIയും കൂടെ കമൻറ്റ് ചെയ്താൽ അത് കഴിഞ്ഞു. ഇനി നമുക്ക് ജനറൽ എക്സാമിനേഷൻ്റെ മെയിൻ ആയിട്ടുള്ള കോമ്പണൻറ്റിലേക്ക് കടക്കാം. ദാറ്റ് ഈസ് പിക്കിൾ. പിക്കിൾ എന്താണ്? പാലർ, ഇക്റ്ററസ്, സൈനോസിസ്, ക്ലബിംഗ്, ലിംഫഡിനോപ്പതി ആൻഡ് എഡിമ. അപ്പോൾ നമ്മൾ പിക്കിളിലെ ഫസ്റ്റ് കമ്പോണൻ്റ് ആയ പാലറാണ് നോക്കാൻ പോകുന്നത്. പാലർ നമ്മൾ എവിടെയാണ് നോക്കുന്നത്? ലോവർ പാൽപെബ്രൽ കൺജങ്ക്റ്റിവയിലാണ്. അപ്പോൾ നമ്മൾ പേഷ്യൻറ്റിനോട്, കണ്ണാടി ഇട്ട പേഷ്യൻ്റ് ആണെങ്കിൽ കണ്ണാടി ഊരാൻ പറയാം. കണ്ണാടി ഒന്ന് ഊരാവോ? ഓക്കെ. ഇനി നമ്മൾ പേഷ്യൻറ്റിനോട് മുകളിലേക്ക് നോക്കാൻ പറയാം. ഒന്ന് മുകളിലേക്ക് നോക്കിക്കേ. എന്നിട്ട് നമ്മൾ ലോവർ ഐലിഡ് റിട്രാക്ട് ചെയ്യുക. ലോവർ ഐലിഡ് റിട്രാക്ട് ചെയ്യുമ്പോൾ കാണുന്നതാണ് ലോവർ പാൽപെബ്രൽ കൺജങ്ക്റ്റിവ. യൂഷ്വലി അവിടെ റെഡ് കളർ ആയിരിക്കും. അവിടെ പെയിൽ ആണെങ്കിൽ നമുക്ക് അനീമിയ ഉണ്ടെന്ന് അസസ് ചെയ്യാനായിട്ട് പറ്റും, പാലർ ഉണ്ടെന്ന് പറയാം. പിന്നെ നമ്മൾ വേറെ എവിടെ പാലർ നോക്കുന്നത്? ഓറൽ ക്യാവിറ്റി. അപ്പോൾ പേഷ്യൻറ്റിനോട് വാ തുറക്കാൻ പറയാം. ഒന്ന് വാ തുറന്നേ. എന്നിട്ട് മ്യൂക്കോസ ഓഫ് ദ ഓറൽ ക്യാവിറ്റി നോക്കുക. അത് കഴിഞ്ഞ് നാക്ക് പുറത്തേക്ക് നീട്ടിയിട്ട്, നാക്കൊന്ന് പുറത്തേക്ക് നീട്ടിക്കേ. ടങ്കിൻ്റെ മ്യൂക്കോസയും കൂടെ എക്സാമിൻ ചെയ്യാം. ഓക്കെ, അടച്ചോ. ഇനി നമ്മൾ നോക്കുന്നത് പാംസിലാണ്. അപ്പോൾ കൈവെള്ളം ഒന്ന് കാണിക്കാൻ പറയാം. എന്നിട്ട് നമ്മുടെ എക്സാമിനറിൻ്റെ ഹാൻഡ്സുമായിട്ട് വേണം നമ്മൾ കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ നെയിൽ ബെഡ്സ് നോക്കുക, അപ്പം നഖത്തിലും കൂടെ നോക്കുക. അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് നമ്മൾ സോളിലും കൂടെ നോക്കണം. ഇത്രയാവുമ്പോഴത്തേന് പാലറിൻ്റെ എക്സാമിനേഷൻ കംപ്ലീറ്റ് ആവും. ഇനി നമുക്ക് സ്ക്ലീറയിലെ ഇക്റ്ററസ് നോക്കാം. പാലർ നോക്കാൻ പേഷ്യൻറ്റിനോട് നമ്മൾ മുകളിലേക്കാണ് നോക്കാൻ പറയുന്നത്. ഇക്റ്ററസ് നോക്കാൻ പേഷ്യൻറ്റിനോട് താഴോട്ടാണ് നോക്കാൻ പറയുന്നത്. അപ്പോൾ ആദ്യം തന്നെ കണ്ണാടി ഇട്ടിട്ടുള്ള പേഷ്യൻ്റ് ആണെങ്കിൽ നേരത്തെ പോലെ തന്നെ കണ്ണാടി ഊരാനായിട്ട് പറയുക. ഇനിയാണ് നമ്മൾ നോക്കുന്നത്. പേഷ്യൻറ്റിനോട് നമ്മൾ താഴോട്ട് നോക്കാൻ പറയാം. ഒന്ന് താഴോട്ട് നോക്കിക്കേ. എന്നിട്ട് നമ്മൾ അപ്പർ ഐലിഡ്സ് റിട്രാക്ട് ചെയ്ത് അപ്പർ സ്ക്ലീറയിൽ നോക്കുക. അതേപോലെ നെക്സ്റ്റ് സൈറ്റ് എവിടെയാണ്? ഓറൽ ക്യാവിറ്റി. വാ തുറന്നേ. എന്നിട്ട് ഇവിടെയും നമ്മൾ ഓറൽ ക്യാവിറ്റിയിൽ ഇക്റ്ററസ് ഉണ്ടോ, മ്യൂക്കോസയിലുണ്ടോ നോക്കുക. ദെൻ അടച്ചോളൂ. പാംസിൽ നോക്കുക. നേരത്തെ പോലെ തന്നെ പാലർ നോക്കിയ എല്ലാ സ്ഥലത്തും നമ്മൾ ഇക്റ്ററസും നോക്കണം. പാംസിലും അതുപോലെ തന്നെ സോൾസിലും നോക്കാം. ഇനി എന്തുകൊണ്ടാണ് നമ്മൾ അപ്പർ സ്ക്ലീറയിൽ തന്നെ ഇക്റ്ററസ് നോക്കുന്നത് എന്നൊരു ക്വസ്റ്റ്യൻ വൈവയ്ക്ക് എക്സാമിനേഴ്സ് ചോദിക്കാറുണ്ട്. അതിൻ്റെ മെയിൻ റീസൺ, സ്ക്ലീറയിൽ ഒരുപാട് ഇലാസ്റ്റിൻ ഫൈബേഴ്സ് ഉണ്ട് ആൻഡ് ബിലിറൂബിൻ ഹാസ് മച്ച് അഫിനിറ്റി ടുവേർഡ്സ് ദീസ് ഇലാസ്റ്റിൻ ഫൈബേഴ്സ്. അതുകൊണ്ട് ഇക്റ്ററസ് അവിടെ പെട്ടെന്ന് മാനിഫെസ്റ്റ് ചെയ്യും. അപ്പോൾ ഇക്റ്ററസ് അപ്പർ സ്ക്ലീറയിൽ പ്രസൻ്റ് ആണെങ്കിൽ അതിനർത്ഥം സിറം ബിലിറൂബിൻ ഈസ് മോർ ദാൻ 2 mg/dL. പിന്നെ ഒരുപാട് കോസസ് ഉണ്ട്. ഇക്റ്ററസ് ഈസ് സീൻ ഇൻ ജോണ്ടിസ് ആൻഡ് ജോണ്ടിസിന് പ്രീ ഹെപ്പാറ്റിക്, പോസ്റ്റ് ഹെപ്പാറ്റിക് ആൻഡ് ഹെപ്പാറ്റിക് കോസസ് ഉണ്ട്. അപ്പോൾ അതെല്ലാം നിങ്ങൾ പഠിക്കണം, എക്സാമിന് ചോദിക്കുന്നതാണ്. ഇനി നമ്മൾ മൂന്നാമത്തെ കമ്പോണൻ്റായ സൈനോസിസ് ആണ് നോക്കുന്നത്. അപ്പോൾ എന്താണ് സൈനോസിസ്? സൈനോസിസ് ഈസ് ദ ബ്ലൂയിഷ് ഡിസ്കളറേഷൻ ഓഫ് സ്കിൻ ആൻഡ് മ്യൂക്കസ് മെംബ്രെയിൻ. എന്തുകൊണ്ടുണ്ടാവുന്നു? ഡ്യൂ ടു ഇൻക്രീസ്ഡ് എമൗണ്ട്സ് ഓഫ് റെഡ്യൂസ്ഡ് ഹീമോഗ്ലോബിൻ ഇൻ ബ്ലഡ്. അതായത് മോർ ദാൻ 5 g/dL വരുമ്പോഴാണ് സൈനോസിസ് മാനിഫെസ്റ്റ് ചെയ്യുന്നത്, ബ്ലൂയിഷ് ഡിസ്കളറേഷൻ വരുന്നത്. ഇനി സൈനോസിസ് തന്നെ 2 ടൈപ്സ് ഉണ്ട്. സെൻട്രൽ സൈനോസിസും ഉണ്ട്, പെരിഫറൽ സൈനോസിസും ഉണ്ട്. അപ്പോൾ രണ്ടും നമ്മൾ ഡിഫറൻറ്റ് സൈറ്റ്സിലാണ് എക്സാമിൻ ചെയ്യുന്നത്. അപ്പോൾ ആദ്യം സെൻട്രൽ സൈനോസിസ്. എന്തുകൊണ്ട് സെൻട്രൽ സൈനോസിസ് ഉണ്ടാവുന്നു? ഡ്യൂ ടു റെഡ്യൂസ്ഡ് PO2 ഇൻ ദ ആർട്ടീരിയൽ ബ്ലഡ്. ഇനി എവിടെയാണ് നമ്മൾ സെൻട്രൽ സൈനോസിസ് നോക്കുന്നത്? അപ്പോൾ സെൻട്രൽ പോർഷൻസ്, അതായത് നമ്മുടെ ടിപ്പ് ഓഫ് ദ നോസിലും അതുപോലെ ടിപ്പ് ഓഫ് ദ ടങ്ങിലും. നാക്കൊന്ന് നീട്ടിക്കേ. അപ്പം ടിപ്പ് ഓഫ് നോസിലും ടിപ്പ് ഓഫ് ടങ്ങിലുമാണ് നമ്മൾ സെൻട്രൽ സൈനോസിസ് നോക്കുന്നത്. കോസസ് ഓഫ് സെൻട്രൽ സൈനോസിസ് നമുക്ക് പൾമണറി കോസസും ഉണ്ട്, കാർഡിയാക് കോസസും ഉണ്ട്. അപ്പോൾ പൾമണറി കോസസ് എന്തൊക്കെയാവാം? പൾമണറി എഡിമ ആവാം, പൾമണറി ഫൈബ്രോസിസ്, എംപൈമ, ബ്രോങ്കിക്ടേസിസ് ഏതെങ്കിലുമൊക്കെ ആവാം. ഇതിലൊരു 2-3 എണ്ണം പഠിച്ചു വെക്കുക, ഓർത്ത് വെക്കുക. ഇനി കാർഡിയാക് കോസസ് എന്തൊക്കെയാണ്? ആകെ 2 എണ്ണമേ ഉള്ളൂ. ഒന്ന് കൺജനൈറ്റൽ സൈനോട്ടിക് ഹാർട്ട് ഡിസീസ്, അടുത്തത് കൺജസ്റ്റീവ് കാർഡിയാക് ഫെയിലർ. അതെന്തായാലും ഓർത്ത് വെക്കുക.
ഇനി നമുക്ക് പെരിഫറൽ സൈനോസിസ്. പെരിഫറൽ സൈനോസിസ് എന്താണ്? എന്തുകൊണ്ട് പെരിഫറൽ സൈനോസിസ് ഉണ്ടാവുന്നു? അതായത് നമ്മുടെ പെരിഫറൽ ക്യാപ്പിലറീസിൽ ബ്ലഡ് എന്ത് ചെയ്യുന്നു? സ്റ്റാഗ്നേറ്റ് ചെയ്യുന്നു. അത് കാരണമായിട്ട് ഹീമോഗ്ലോബിനിൽ നിന്നുള്ള ഓക്സിജൻ എക്സ്ട്രാക്ഷൻ കൂടുന്നു. അങ്ങനെയാണ് പെരിഫറൽ സൈനോസിസ് വരുന്നത്. അത് നമ്മൾ എവിടെ നോക്കുന്നത്? പെരിഫറീസ്, അതായത് നമ്മുടെ ബോഡി എക്സ്ട്രിമിറ്റീസ് എവിടേക്കാണ്? ഇയർ ലോബിൽ നോക്കാം, അതുപോലെ ഫിംഗർ ടിപ്സിലും നോക്കാം. അപ്പോൾ ഫിംഗർ ടിപ്സിലും ഇയർ ലോബിലുമാണ് നമ്മൾ പെരിഫറൽ സൈനോസിസ് നോക്കുന്നത്. ഇനി പെരിഫറൽ സൈനോസിസിൻ്റെ കോസസ് എന്തൊക്കെയാവാം? നോർമലി കോൾഡ് എക്സ്പോഷർ, ഇപ്പോൾ കോൾഡ് എക്സ്പോഷർ ഉണ്ടായി, ഷോക്ക്, വീനസ് ഒബ്സ്ട്രക്ഷൻ അല്ലെങ്കിൽ കൺജസ്റ്റീവ് കാർഡിയക് ഫെയിലിയർ, ഇതിലും ഒരു 2-3 എണ്ണം ഓർത്ത് വെക്കാം. ഇനി സെൻട്രൽ സൈനോസിസിലാണെങ്കിൽ നമ്മുടെ എക്സ്ട്രിമിറ്റീസ് ഭയങ്കര വാം ആയിരിക്കും. പെരിഫറൽ സൈനോസിസിലേക്ക് വരുമ്പം എക്സ്ട്രിമിറ്റീസ് വിൽ ബി കോൾഡ്. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് കമ്പോണൻ്റ് ആയിട്ടുള്ള ക്ലബിങ് നോക്കാം. എന്താണ് ക്ലബിങ്? നമ്മുടെ നെയിലിനും നെയിൽ ബെഡിനും ഇടയിലുള്ള ആംഗിൾ, ആ ആംഗിളിൻ്റെ പേരാണ് ലോവിബോണ്ട് ആംഗിൾ. നോർമലി ഇതൊരു 160 ഡിഗ്രി ആയിരിക്കും. ഈ ആംഗിൾ ഒബ്ലിറ്ററേറ്റ് ചെയ്യുമ്പോഴാണ് നമ്മൾ ക്ലബിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ക്ലബിംഗ് ഉണ്ടാകുമ്പം ഈ നെയിലിനും നെയിൽ ബെഡിനും ഇടയിലുള്ള ആംഗിൾ ഒബ്ലിറ്ററേറ്റ് ചെയ്തൊരു 180 ഡിഗ്രീസ് വരെയൊക്കെ പോവാം. അപ്പോൾ ആംഗിളിൻ്റെ പേര് ഓർത്ത് വെക്കുക, ലോവിബോണ്ട് ആംഗിൾ. അത് വൈവയ്ക്ക് എക്സാമിനേഴ്സ് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, ഇനി ക്ലബിങ്ങിൻ്റെ കോസസ് എന്തൊക്കെയാണ്? കോസസ് എന്ന് പറഞ്ഞാൽ മെയിൻലി നമ്മുടെ ഹൈപ്പർപ്ലേസിയ ഓഫ് സബ്ബംഗുൽ സോഫ്റ്റ് ടിഷ്യൂസ് ആണ് ഇവിടെ നടക്കുന്നത്. അതായത് നമ്മുടെ നെയിൽസിന് അടിയിലുള്ള അണ്ടർലൈൻ സോഫ്റ്റ് ടിഷ്യൂസിന് ഹൈപ്പർപ്ലേസിയ ഉണ്ടാവും. അതാണ് ക്ലബിങ്ങിൻ്റെ കോസ്. ഇനി എന്തൊക്കെ കൊണ്ട് ക്ലബിംഗ് ഉണ്ടാവാം? ഇറ്റ് ക്യാൻ ബി ഡ്യൂ ടു ഹാർട്ട് ഡിസീസസ് ലൈക്ക് കൺജനൈറ്റൽ സൈനോട്ടിക് ഹാർട്ട് ഡിസീസ്. പിന്നെ കുറേ ലങ്ങിൻ്റെ പത്തോളജീസ് ഉണ്ട്, അതായത് ലങ് ക്യാൻസർ ആവാം, സെപ്പറേറ്റീവ് ലങ് ഡിസീസസ് ലൈക്ക് ബ്രോങ്കിയക്ടേസിസ്, എംപൈമ, ലങ് ആപ്സസ്, പിന്നെ സബ്അക്യൂട്ട് ബാക്ടീരിയൽ എൻഡോകാർഡൈറ്റിസ്. ഇതിലും ഏതെങ്കിലും കുറച്ചെണ്ണമൊക്കെ ഓർത്ത് വെക്കാം. ഇനി നമുക്ക് എങ്ങനെയാണ് ക്ലബിംഗ് എക്സാമിൻ ചെയ്യുന്നത് നോക്കാം. ക്ലബിംഗ് നോക്കാൻ ഫസ്റ്റ് ഇൻസ്പെക്ഷൻ ആണ്. നമ്മൾ ഫിംഗേഴ്സ് ലാറ്ററൽ പൊസിഷനിൽ എക്സാമിൻ ചെയ്യുക. എക്സാമിൻ ചെയ്യുമ്പോൾ നമ്മുടെ ഐ ലെവലിൽ, എക്സാമിനറിൻ്റെ ഐ ലെവലിലായിരിക്കണം ഫിംഗേഴ്സ് വെക്കേണ്ടത്. അങ്ങനെ നമ്മൾ ലാറ്ററലി എന്തെങ്കിലും ആംഗിൾ ഒബ്ലിറ്ററേഷൻ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. അതാണ് ഇൻസ്പെക്ഷൻ. അടുത്ത നമുക്ക് ഷാംറോഡ്സ് വിൻഡോ ടെസ്റ്റ് ആണ് ചെയ്യാനുള്ളത്. അപ്പോൾ ഇതിൽ ഷാംറോഡ് സൈൻ പോസിറ്റീവ് ആണോ അല്ലയോ? അതിന് നമ്മൾ പേഷ്യൻറ്റിനോട് എന്താ പറയുക? 2 തമ്പുകളും, അതായത് 2 കൈയിലെയും തമ്പുകൾ ഡോർസം, തമ്പിൻ്റെ ബാക്ക് ഇങ്ങനെ അപ്രോക്സിമേറ്റ് ചെയ്യാനായിട്ട് പറയുക, ടച്ച് ചെയ്യാനായിട്ട് പറയുക. അപ്പം നടുക്ക് ഒരു വിൻഡോ ഫോം ചെയ്യും. അതാണ് ഷാംറോഡ്സ് വിൻഡോ. ഈ വിൻഡോ ആബ്സെൻ്റ് ആണെങ്കിൽ അതാണ് പോസിറ്റീവ് ഷാംറോഡ് സൈൻ ആൻഡ് ഇറ്റ് ഇൻഡിക്കേറ്റ്സ് ക്ലബിംഗ്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ നമ്മൾ പേഷ്യൻറ്റിനോട് 2 തമ്പുകളും ടച്ച് ചെയ്യാൻ പറയുക. അപ്പം നടുക്ക് നമുക്കൊരു വിൻഡോ കാണാം, ദാറ്റ് ഈസ് ദ ഷാംറോഡ്സ് വിൻഡോ. ഈ വിൻഡോ ആബ്സെൻ്റ് ആണെങ്കിൽ ഇറ്റ് ഈസ് പോസിറ്റീവ് ഷാംറോഡ് സൈൻ ആൻഡ് ക്ലബിംഗ് ഉണ്ടെന്ന് നമുക്ക് പറയാം. ഇനി നമ്മുടെ ലാസ്റ്റ് ടെസ്റ്റാണ് ക്ലബിങ്ങിന് വേണ്ടിയിട്ടുള്ളത്, ദാറ്റ് ഈസ് ഫ്ലക്ച്വേഷൻ ടെസ്റ്റ്. അപ്പോൾ ഇത് ചെയ്യാൻ വേണ്ടി നമ്മൾ മിഡിൽ ഫിംഗർ ആണ് പേഷ്യൻറ്റിൻ്റെ എടുക്കുന്നത്. എന്നിട്ട് നമ്മൾ ഡിസ്റ്റൽ ഇൻ്റർഫലാഞ്ചൽ ജോയിൻറ്റ് നമ്മുടെ മിഡിൽ ഫിംഗർ ഉപയോഗിച്ച് ഫിക്സ് ചെയ്യാം. അത് കഴിഞ്ഞ് നമ്മൾ ഈ ഡിസ്റ്റൽ ഫലാങ്സ് നമ്മുടെ തമ്പ് ഉപയോഗിച്ച് ഫിക്സ് ചെയ്യാം. പിന്നെ നമ്മൾ നമ്മുടെ ഇൻഡെക്സ് ഫിംഗർ ഉപയോഗിച്ചാണ് ക്ലബിംഗ് ഉണ്ടോ എന്ന് നോക്കുക. ഇപ്പം നമ്മൾ ഇവിടെ പ്ലേസ് ചെയ്യുക, എന്നിട്ട് ഈ ഒരു ഫിംഗർ വെച്ചിട്ട് ഇവിടെ പ്രസ് ചെയ്യുമ്പം ഇപ്പുറത്ത് നമ്മുടെ ഇൻഡെക്സ് ഫിംഗർ എത്രത്തോളം റൈസ് ചെയ്യുന്നുണ്ടെന്ന് നോക്കുക. അതേപോലെ ഓപ്പോസിറ്റ് സൈഡിൽ ഇവിടെ പ്രസ് ചെയ്യുമ്പം ഇവിടെ ഫിംഗർ റൈസ് ചെയ്യുന്നത് നോക്കുക. അപ്പോൾ ഉണ്ടെങ്കിൽ ക്ലബിംഗ് ഉണ്ടെന്നാണ് അർത്ഥം. അപ്പോൾ ഇതാണ് ഫ്ലക്ച്വേഷൻ പോസിറ്റീവ് ആണോ അല്ലയോ എന്നുള്ള ഫ്ലക്ച്വേഷൻ ടെസ്റ്റ്. ഇനി നമ്മൾ പിക്കിളിലെ എല്ലായിട്ടുള്ള ലിംഫഡിനോപ്പതിയാണ് എക്സാമിൻ ചെയ്യാൻ പോകുന്നത്. എന്താണ് ലിംഫഡിനോപ്പതി? ഇറ്റ് ഈസ് ദ എൻലാർജ്മെൻറ്റ് ഓഫ് ലിംഫ് നോട്ട്സ്. അപ്പോൾ ഈ ലിംഫഡിനോപ്പതി ജനറലൈസ്ഡ് ആവാം, ലോക്കലൈസ്ഡ് ആവാം. ഇനി എപ്പോഴാണ് ലിംഫഡിനോപ്പതി ഉണ്ടാവുന്നത്? ആ ഒരു ലിംഫ് ഡ്രെയിൻ ചെയ്യുന്ന ഏരിയയിൽ എന്തെങ്കിലും ലോക്കൽ പത്തോളജീസ്, ഇപ്പോൾ അവിടുത്തെ ഇൻഫ്ലമേഷൻ ആവാം, ഇൻഫെക്ഷൻ ആവാം, അങ്ങനത്തെ കണ്ടീഷൻസിലൊക്കെയാണ് വരുന്നത്. പിന്നെ ജനറലൈസ്ഡ് ലിംഫഡിനോപ്പതി കാണുന്നത് ഹോട്ട്സ്കിൻ ലിംഫോമ പോലുള്ള കണ്ടീഷൻസിലാണ്. ഇനി നമ്മൾ മെയിനായിട്ട് സെർവൈക്കൽ ലിംഫ് നോട്ട്സും ആക്സിലറി ലിംഫ് നോട്ട്സുമാണ് എക്സാമിൻ ചെയ്യുന്നത്. ഇത് കൂടാതെ ഇൻഗ്വാനൽ ലിംഫ് നോട്ട്സ് ഉണ്ട്, പൊപ്ലീറ്റിലുണ്ട്, എപ്പിട്രോക്ലിയർ ഉണ്ട്. ഇതൊക്കെ ജസ്റ്റ് നമ്മൾ എക്സാമിനറിനോട് മെൻഷൻ ചെയ്യണം. ചെയ്ത് കാണിക്കേണ്ടി വരിക മെയിൻലി സെർവൈക്കലും ആക്സിലറിയാണ്. അപ്പോൾ നമുക്ക് ആദ്യം സെർവിക്കൽ ലിംഫ് നോട്ട്സ് എങ്ങനെയാണ് എക്സാമിൻ ചെയ്യുന്നത് നോക്കാം. സെർവിക്കൽ ലിംഫ് നോട്ട്സ് നമ്മൾ പേഷ്യൻറ്റിൻ്റെ ഫ്രണ്ടിൽ നിന്നും ബാക്കിൽ നിന്നും എക്സാമിൻ ചെയ്യുന്നതുണ്ട്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ പേഷ്യൻറ്റിനെ ഒരു സ്റ്റൂളിൽ ഇരുത്തുക. അതിനുശേഷം എക്സാമിനർ സ്റ്റാൻഡ് ഓൺ ദ ബാക്ക് ഓഫ് ദ പേഷ്യൻറ്റ്, ബിഹൈൻഡ് ദ പേഷ്യൻറ്റ് നമ്മൾ നിന്നു. എന്നിട്ട് നമ്മൾ നമ്മുടെ ടിപ്സ് ഓഫ് ദ ഫിംഗേഴ്സ്, നമ്മുടെ 3 ഫിംഗേഴ്സിൻ്റെ ടിപ്സാണ് ഐഡിയലി യൂസ് ചെയ്യേണ്ടത്. ഉപയോഗിച്ചാണ് ലിംഫ് നോട്ട്സ് നമ്മൾ പാൽപ്പേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ സബ്മെൻറ്റൽ, ഫ്രണ്ടിൽ സബ്മെൻറ്റൽ, ദെൻ സബ് മാൻഡിബുലാർ, ദെൻ ആൻറ്റീരിയർ ട്രയാങ്കിളുള്ള അപ്പർ ജുഗുലാർ, മിഡിൽ ജുഗുലാർ ആൻഡ് ലോവർ ജുഗുലാർ. ഇത്രയും കാര്യങ്ങൾ നോക്കി. പിന്നെ ഇയറിൻ്റെ ഫ്രണ്ടിൽ പ്രീ ഓറിക്കുലാർ, ബാക്കിൽ പോസ്റ്റ് ഓറിക്കുലാർ ലിംഫ് നോട്ട്സ്. ഇത്രയും നമ്മൾ പേഷ്യൻറ്റിൻ്റെ ബാക്കിൽ നിന്ന് എക്സാമിൻ ചെയ്തു. ഇനി നമ്മൾ പേഷ്യൻറ്റിൻ്റെ ഫ്രണ്ടിലേക്ക് വരാം. എന്നിട്ട് നമ്മൾ പോസ്റ്റീരിയർ ട്രയാങ്കിളിലുള്ള ലിംഫ് നോട്ട്സ്, പോസ്റ്റീരിയർ സെർവൈക്കൽ ലിംഫ് നോട്ട്സ് നോക്കുക. അപ്പോൾ ഇത്രയാണ് സെർവിക്കൽ ലിംഫ് നോഡ് എക്സാമിനേഷൻ.
ഇനി നമ്മൾ ആക്സിലറി ലിംഫ് നോട്ട്സ് ആണ് എക്സാമിൻ ചെയ്യാൻ പോകുന്നത്. ആക്സിലറി ലിംഫ് നോട്ട്സ് 5 ഗ്രൂപ്പ്സ് ഉണ്ട്. പെക്ടറൽ ഉണ്ട്, സെൻട്രൽ ഉണ്ട്, എപ്പിക്കൽ ഉണ്ട്, ലാറ്ററൽ ഉണ്ട്, പോസ്റ്റീരിയർ ഉണ്ട്. അപ്പോൾ ഇതിൽ ആദ്യത്തെ 3 പെക്ടറൽ, സെൻട്രൽ ആൻഡ് എപ്പിക്കൽ ഒരേ രീതിയിലാണ് ചെയ്യുന്നത്. സോ പേഷ്യൻറ്റും എക്സാമിനറും ഫേസ് ടു ഫേസ് ആയിട്ടാണ് നമ്മൾ നിൽക്കുക, ഇരിക്കുകയോ ചെയ്യാം, എന്ത് വേണമെങ്കിലും ചെയ്യാം. അതിനുശേഷം നമ്മൾ പേഷ്യൻറ്റിൻ്റെ ആംസ് എക്സാമിനറിൻ്റെ ഫോറാമിൽ റെസ്റ്റ് ചെയ്യാം. ഓക്കെ, ഇത് നമ്മൾ ആദ്യത്തെ പെക്ടറൽ, സെൻട്രൽ ആൻഡ് എപ്പിക്കൽ ഗ്രൂപ്പ്സിൻ്റെ എക്സാമിനേഷനാണ്. ഇനി പേഷ്യൻറ്റിൻ്റെ റൈറ്റ് സൈഡ് എക്സാമിനറിൻ്റെ ലെഫ്റ്റ് ഹാൻഡ് ഉപയോഗിച്ചും പേഷ്യൻറ്റിൻ്റെ ലെഫ്റ്റ് എക്സാമിനർ റൈറ്റ് ഉപയോഗിച്ചുമാണ് നമ്മൾ എക്സാമിൻ ചെയ്യുന്നത്. സോ ഫസ്റ്റ് ആൻറ്റീരിയർ ആക്സിലറി ഫോൾഡിൻ്റെ അവിടെ നമ്മുടെ പെക്ടറൽ ഗ്രൂപ്പ് എക്സാമിൻ ചെയ്യുക. പിന്നീട് കുറച്ച് സെൻട്രൽ ഗ്രൂപ്പ് ഉണ്ട് ആൻഡ് നമ്മുടെ വിരലുകൾ ഫിംഗർ ടിപ്സ് മുകളിലേക്ക് ഡിറക്റ്റ് ചെയ്തിട്ട് എപ്പിക്കൽ ഗ്രൂപ്പ് ഓഫ് ലിംഫ് നോട്ട്സും കൂടി ചെക്ക് ചെയ്യാം. അപ്പം ആൻറ്റീരിയർ ആക്സിലറി ഫോൾഡിൽ പെക്ടറൽ ഗ്രൂപ്പ്, ദെൻ സെൻട്രൽ ആൻഡ് മുകളിൽ എപ്പിക്കൽ ഗ്രൂപ്പ്. ഇങ്ങനെയാണ് ഇത് നമ്മൾ 2 സൈഡിലും ചെയ്യണം. ലിംഫ് നോഡ് എക്സാമിനേഷൻ എപ്പോഴും 2 സൈഡിലും ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഇതാണ് ഫസ്റ്റത്തെ 3 ഗ്രൂപ്പ്. ഇനി അടുത്തത് ലാറ്ററൽ ഗ്രൂപ്പ്സിൻ്റെ എക്സാമിനേഷനാണ്. അപ്പോൾ ലാറ്ററൽ ഗ്രൂപ്പും സെയിം പ്രൊസീജിയർ തന്നെയാണ്. പേഷ്യൻറ്റിൻ്റെ ആംസ് റെസ്റ്റിംഗ് ഓൺ എക്സാമിനേഴ്സ് ഫോറാം. ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ പേഷ്യൻറ്റിൻ്റെ റൈറ്റ് എക്സാമിനറിൻ്റെ റൈറ്റ് ഉപയോഗിച്ചും അതേപോലെ ലെഫ്റ്റ് ഉപയോഗിച്ചുമാണ് സെയിം സൈഡ് വെച്ചാണ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ഇങ്ങനെ ചെയ്യാം. ഇവിടെയാണ് ലാറ്ററൽ. അപ്പോൾ ലാറ്ററലി നമ്മൾ പാൽപ്പേറ്റ് ചെയ്യാം. ഓക്കെ, ലൈക്ക് ദിസ്. ഇനി നമുക്ക് പോസ്റ്റീരിയർ ഗ്രൂപ്പിൻ്റെ എക്സാമിനേഷൻ ചെയ്യാം. പോസ്റ്റീരിയർ ഗ്രൂപ്പ് ചെയ്യാൻ വേണ്ടി നമ്മൾ പേഷ്യൻറ്റിൻ്റെ ബാക്കിൽ നിൽക്കാം. റൈറ്റ് സൈഡ് ഉപയോഗിച്ച് റൈറ്റ് സൈഡ് ഓഫ് ദ പേഷ്യൻ്റ് എക്സാമിൻ ചെയ്യുക. നമ്മുടെ ലെഫ്റ്റ് ഹാൻഡ് ഉപയോഗിച്ച് പേഷ്യൻ്റ് ലെഫ്റ്റ് സൈഡിലെ നോട്ട്സ് പാൽപ്പേറ്റ് ചെയ്യാം. അപ്പം പോസ്റ്റീരിയർ ആക്സിലറി ഫോൾഡ്. അപ്പോൾ പേഷ്യൻറ്റിനോട് കൈ നമ്മൾ എന്ത് ചെയ്യാൻ പറയുക, ഒന്ന് ഫ്രണ്ടിൽ ഫോൾഡ് ചെയ്ത് പിടിക്കാൻ പറയുക. ഇങ്ങനെ ഒന്ന് കാണിച്ചേ. പേഷ്യൻറ്റിനോട് കൈ ഇങ്ങനെ ഫ്രണ്ടിലേക്ക് ഫോൾഡ് ചെയ്യാൻ പറയാം. അപ്പോൾ ബാക്കിൽ നമ്മൾ എക്സാമിൻ ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു കൈ തടസ്സമാവാതിരിക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. അതിനുശേഷം നമ്മുടെ റൈറ്റ് ഹാൻഡ് ഉപയോഗിച്ച് റൈറ്റ് സൈഡിൽ പോസ്റ്റീരിയർ ആക്സിലറി ഫോൾഡ് പാൽപ്പേറ്റ് ചെയ്യുക. അതുപോലെ ലെഫ്റ്റ് സൈഡിലും പാൽപ്പേറ്റ് ചെയ്യുക. 2 സൈഡിലും പാൽപ്പേറ്റ് ചെയ്യുക. ഇനി പിക്കിളിലെ ലാസ്റ്റ് കമ്പോണൻ്റ് ആയിട്ടുള്ള എഡിമയാണ് നമ്മൾ നോക്കുന്നത്. സോ വാട്ട് ഇസ് എഡിമ? Edema is the swelling of tissues due to accumulation of fluid in the interstitial tissue spaces. Okay, അതാണ് എഡിമേൻ്റെ ഡെഫിനിഷൻ. ഇനി എവിടെയാണ് നമ്മൾ എഡിമ നോക്കുന്നത്? ഡിപ്പെൻഡൻറ്റ് പാർട്സ് ഓഫ് ദ ബോഡിയിലാണ് എഡിമ നോക്കേണ്ടത്. അപ്പം ഒരു ആംബുലേറ്ററി ആയിട്ടുള്ള പേഷ്യൻ്റ് ആണെങ്കിൽ എഡിമ നോക്കുന്നത് ലോവർ എക്സ്ട്രെമിറ്റീസ്, അതായത് ലോവർ ലിംബിലായിരിക്കും നമ്മൾ ചെക്ക് ചെയ്യുന്നത്. ഇനി എങ്ങനെയാണ് എഡിമ ചെക്ക് ചെയ്യുന്നതെന്ന് നോക്കാം. നമ്മൾ പേഷ്യൻറ്റിൻ്റെ ഏതെങ്കിലും ഒരു ബോണി പ്രോമിനൻസ് ആണ് എടുക്കുന്നത്. അപ്പോൾ ലോവർ ലിംബിൽ നമ്മൾ മീഡിയൽ മാലിയോളസ്, ഇതാണ് ഈ ഒരു ബോണി പ്രോമിനൻസ് ആണ് എടുക്കുക. എന്നിട്ട് ഈ മീഡിയൽ മാലിയോളസിൻ്റെ ജസ്റ്റ് എബവ് നമ്മൾ തമ്പ് ഉപയോഗിച്ച് ഒരു ഫേം പ്രഷർ കൊടുക്കാം. ഒരു മിനിമം 30 സെക്കൻഡെങ്കിലും നമ്മൾ ഫേം പ്രഷർ അപ്ലൈ ചെയ്യുക. അതിനുശേഷം നമ്മൾ ഈ 30 സെക്കൻഡ് ടൈമർ നോക്കുക. പിന്നെ നമ്മൾ ഈ ഒരു പ്രഷർ റിമൂവ് ചെയ്യുക, തമ്പ് റിലീസ് ചെയ്യുക. അപ്പോൾ ആ ഒരു ഏരിയയിൽ പിറ്റിംഗ് ഉണ്ടോ എന്ന് നോക്കുക. ഒരു ഡിപ്രഷൻ ഫോം ചെയ്യുന്നുണ്ടെങ്കിൽ എഡിമ ഉണ്ടെന്നാണ്. അതാണ് പിറ്റിംഗ് പീഡൽ എഡിമ എന്ന് പറയുന്നത്. ഓക്കെ, ഇതേപോലെ നമ്മൾ 2 ലെഗ്സിലും നോക്കണം. ഇനി വാട്ട് ആർ ദ കോസസ് ഓഫ് പീഡൽ എഡിമ? അപ്പം പിറ്റിംഗ് പീഡൽ എഡിമേൻ്റെ കോസസ് കൺജസ്റ്റീവ് കാർഡിയാക് ഫെയിലിയർ ആവാം, ലിവർ സിറോസിസ് ആവാം, അല്ലെങ്കിൽ നെഫ്രോട്ടിക് സിൻഡ്രോം, അക്യൂട്ട് നെഫ്രൈറ്റിസ്, അതായത് ലിവർ ഡിസീസസ്, കിഡ്നി ഡിസീസസ്, ഹാർട്ടിൻ്റെ ഡിസീസസ്, പിന്നെ കോഷിയർ കോറിലും ഇതേപോലെ പിറ്റിംഗ് പീഡൽ എഡിമ ഉണ്ടാവാം. ഇനി നോൺ പിറ്റിംഗ് ആയിട്ടുള്ള പീഡൽ എഡിമ ഉണ്ടാവാം. അപ്പം നോൺ പിറ്റിംഗ് പീഡൽ എഡിമ ഉണ്ടാവുന്ന 2 കണ്ടീഷൻസ് അത് എന്തായാലും പഠിച്ചു വെക്കുക, ചോദിക്കുന്നതാണ്. ഒന്ന് മിക്സ്ഡ് എഡിമയും ഒന്ന് ക്രോണിക് ഫൈലേറിയാസിസും ആണ്. പിന്നെ എഡിമ ഉള്ള ലെഗിൻ്റെ അല്ലെങ്കിൽ അഫക്റ്റഡ് ലിംബിൻ്റെ സ്കിൻ കുറച്ച് ഗ്ലോസി അപ്പിയറൻസ് ആയിരിക്കും. അപ്പോൾ അപ്പിയറൻസ് വെച്ച് നമ്മൾ തിരിച്ചറിയുന്നത് ആ ഒരു ഗ്ലോസിനെസ് വെച്ചിട്ടാണ്. ഇനി ബെഡ് റിഡൻ പേഷ്യൻസ് അല്ലെങ്കിൽ ഇൻഫൻസ്, അവർക്ക് നമ്മൾ എവിടെ ആയിരിക്കും എഡിമ നോക്കുക? അവരുടെ ഡിപ്പെൻഡൻറ്റ് പാർട്ട് ലോവർ ലിംബ് ആയിരിക്കത്തില്ല, സെയ്ക്രമായിരിക്കും. അപ്പോൾ അവരുടെ എഡിമ നമ്മൾ ചെക്ക് ചെയ്യുന്നത് സെയ്ക്രത്തിലാണ്. ഇത്രയും കാര്യങ്ങളാണ് പിക്കിളിലുള്ളത്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. പിന്നെ നമ്മൾ എക്സാമിനേഷൻ എൻഡ് ചെയ്യുമ്പോഴത്തേന് പേഷ്യൻറ്റിനോട് നമ്മൾ താങ്ക് യു പറയണം. അവരുടെ കോപ്പറേഷന് താങ്ക് യു പറഞ്ഞിട്ട് വേണം എൻഡ് ചെയ്യാൻ. താങ്ക് യു ഫോർ കോപ്പറേഷൻ. ഓക്കെ, താങ്ക് യു.